ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ എനർജിയും അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സന്റെ ഒരു കറണ്ട് എനർജിയും കൂടിയാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് കൂടി നമ്മൾ നോക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലോസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്, സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ പോസിറ്റീവായിട്ട് ഇരിക്കുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഇവിടെ 2 ഓഫ് കപ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ ആദ്യമേ തന്നെ നിങ്ങളുടെ ഒരു എനർജി നോക്കുവാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങളെ വല്ലാതെ ഈ ഒരു ഹർട്ട് ചെയ്യുന്ന രീതിയിൽ, വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കടന്നു വന്ന് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചു, അല്ലെങ്കിൽ നിങ്ങളെ വിഷമത്തിലേക്ക് തള്ളിവിട്ടു എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഏറെ ഹൃദയവേദന തന്നിട്ടുള്ള ഒരു സംഭവം തന്നെയാണിത്. ഫസ്റ്റ് കാർഡ് നമുക്ക് 3 ഓഫ് സോർഡ്സിന്റെ എനർജി നമുക്ക് അതാണ് പറഞ്ഞു തരുന്നത്. അപ്പൊ ആ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഒരുപാട് കരഞ്ഞിട്ടുണ്ടാകാം, വിഷമിച്ചിട്ടുണ്ടാകാം, ഉറക്കമില്ലാത്ത രാത്രികൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകാം. നിങ്ങൾ എല്ലാ കാര്യത്തിലും ഇങ്ങനെ ഒരു ഫോക്കസ് നഷ്ടപ്പെട്ട് ഇരുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടാകാം. ആ ഒരു ഫോക്കസ് ഒന്നിനും കൊടുക്കാനായിട്ട് പറ്റാത്ത ഒരു ടൈം പീരീഡ് നിങ്ങൾക്കുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നു. അതായത് ഈ ഒരു ബ്രേക്കപ്പ്, ഈ ഒരു പേഴ്സൺ, റിലേഷൻഷിപ്പ് തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം, ബാക്കിയെല്ലാം ഒരു സൈഡിൽ ഇങ്ങനെ നടക്കുന്നു. അതൊന്നും നിങ്ങളെ യാതൊരു വിധത്തിലും ടച്ച് ചെയ്യുന്നില്ല. ഈ ഒരു കാര്യത്തിന് വേണ്ടി, ഈ ഒരു സെപ്പറേഷൻ, ഈ ഒരു റിലേഷൻഷിപ്പ്, ഇതിന് വേണ്ടിയിലേക്ക് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്ത് കരഞ്ഞിരുന്ന സമയങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ടൈം പീരീഡ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ചേഞ്ച് ആകാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് കാണുന്നത്. കുറേ നാളുകളായിട്ട് നിങ്ങൾ ഇതിന്റെ പുറകെ തന്നെയായിരിക്കാം, ഈ ഒരു റിലേഷൻഷിപ്പിന്റെയും ഒക്കെ പുറകെ തന്നെയായിരിക്കും. ബ്രേക്കപ്പ്, വിഷമങ്ങൾ, പഴയ ഓർമ്മകൾ, ഇതിന്റെയൊക്കെ പുറകെ ആയിരുന്നിരിക്കാം. ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട് നിങ്ങൾ മടുത്തിട്ടുണ്ടാകാം, അല്ലെ ഇതൊന്ന് നേരെയാക്കി എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പൊ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതെല്ലാം നിങ്ങൾ ചെയ്തിട്ടും ഉണ്ടാകാം. ചിലപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുണ്ടാകാം, പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം, മറ്റുള്ളവർ വഴി അവരോട് അപേക്ഷിച്ചിട്ടുണ്ടാകാം, ഇങ്ങനെ കെഞ്ചിക്കാനൊക്കെ നിങ്ങൾ നടന്നിട്ടുണ്ടാകാം. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന തരത്തിലുള്ള ഒരു മാറ്റം നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാവില്ല എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു ബോധ്യം ഉണ്ടാകാം. അപ്പൊ ഇനി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് നിങ്ങൾ പതിയെ ചിന്തിക്കുകയും അതിനനുസരിച്ച് നിങ്ങൾ മാറാനായിട്ട് തുടങ്ങിയിരിക്കുന്ന ആ ഒരു സ്റ്റക്നെസ്സിൽ നിന്ന് പുറത്തു വരുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇനി വരുന്നത് അതിന്റെ വഴിക്ക് വരട്ടെ എന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനായിട്ട്, ഇനി കരയുന്നില്ല, വരുന്ന വഴിക്ക് വരട്ടെ, അന്നേരം കാണാം എന്നുള്ള രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ മാറിയിട്ടുണ്ടാവാം. തീർച്ചയായിട്ടും അവരെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു വലിയ വേദന നിങ്ങൾക്കുണ്ടാകാം. എന്നാലും അവരെന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു ഗതി വന്നല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. എങ്കിൽ പോലും ഇവിടെ ഒരു മാറ്റം നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഇത്ര രീതിയിലൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, അവരുടെ ഓർമ്മകൾ വരുമ്പോൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് മാറണം, അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആകണം, ഇതിൽ തന്നെ ഇരുന്നിട്ട് കാര്യമില്ല എന്ന് ചിന്തിച്ച് കുറേയേറെ മാറ്റങ്ങൾ വരുത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറേയേറെ മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ലൈഫിലെ എല്ലാറ്റിലും ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. കാരണം ഓരോ സിറ്റുവേഷൻസ് ലൈഫിൽ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ഒരു ചിന്തകൾ, തോട്ട്സുകളൊക്കെ വരുമ്പോൾ ആ ഒരു തോട്ട്സിനെയൊക്കെ മാറ്റി വിടുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നെഗറ്റീവ് ചിന്തകളും അവരുടെ ഓർമ്മകളൊക്കെ വരുമ്പോൾ ഓക്കെ, ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു സമയമല്ല ഇത്, അല്ലെങ്കിൽ ഇത് എനിക്ക് ആവശ്യമുള്ള ഒരു കാര്യമല്ല എന്നറിഞ്ഞുകൊണ്ട് അത് പോസിറ്റീവിലേക്ക് മാറ്റിവിടാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതോടെ നിങ്ങളുടെ ഈ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്ന് പതിയെ നിങ്ങൾ പുറത്തേക്ക് കടക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിന് ഒരു സത്യമുണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്കത് കൊണ്ടു തരട്ടെ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. ഈ ഒരു സമയത്ത് നിങ്ങൾ അത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നിങ്ങളുടെ ഹൃദയം, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് മാറ്റിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. എല്ലാം യൂണിവേഴ്സിന് സമർപ്പിക്കുന്നു. അനാവശ്യമായ ഒരു ടെൻഷനൊക്കെ മാറ്റി പുതിയൊരു പാതയിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ടാണ് കാണുന്നത്.
ചില പർപ്പസിന് വേണ്ടിയാകാം ഈ പ്രശ്നങ്ങളൊക്കെ എൻ്റെ ലൈഫിൽ വന്നതെന്ന് വിശ്വസിക്കാനായിട്ട് നിങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് നിങ്ങളുടെ മൈൻഡിനെ കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. കുറേയേറെ കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാനും ഒക്കെ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ലൈഫ് ലെസൺസ് പഠിച്ച് ഇനിയും ഫ്യൂച്ചറിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് നേരിടാനും ഒക്കെ മനസ്സിൻ്റെ ഒരു ധൈര്യം കൊടുക്കാനും പുതിയൊരു വ്യക്തിയായി മാറാനും ഒക്കെയാണ് ഈ റിലേഷൻഷിപ്പ് എൻ്റെ ലൈഫിലേക്ക് വന്നത്, അല്ലെങ്കിൽ ഇതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളും എല്ലാം വന്നിട്ടുള്ളത് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ യൂണിവേഴ്സിന് ഈ റിലേഷൻഷിപ്പിനെ സറണ്ടർ ചെയ്യുകയാണ്. എന്നിട്ട് നിങ്ങൾ ചിന്തിക്കുന്നു, നിങ്ങളുടെ സ്നേഹത്തിന് ഒരു സത്യമുണ്ടെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇത് കൊണ്ടു തരട്ടെ എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഇത് യൂണിവേഴ്സിന് വിട്ടുകൊടുത്ത് നിങ്ങൾ ഫ്രീ ആകുന്നതായിട്ട് നമുക്കിവിടെ കാണുന്നുണ്ട്. അപ്പോൾ വളരെ ധൈര്യപൂർവ്വം നിങ്ങൾ മുന്നോട്ട് ഒരു മജീഷ്യനെ പോലെ പുറത്തു വന്ന് ഒരു ബാലൻസ് നേടി മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം യൂണിവേഴ്സിന് എല്ലാം സമർപ്പിച്ച് വളരെ പോസിറ്റീവായി മുന്നോട്ട് പോകുന്നു. ഇതാണിപ്പോൾ നിങ്ങളുടെ ഒരു എനർജി ആയിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ നമ്മളിവിടെ നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി നോക്കുകയാണെങ്കിൽ അവർ ശരിക്കും ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ ആണ് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. കൂടുതലായിട്ടും അവർക്കൊരു മെന്റൽ ബ്ലോക്കേജിലാണ് അവർ, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജിയിൽ പെട്ട് സ്റ്റക്കായി നിൽക്കുന്ന പോലെ ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് മാജിക്കിന്റെ ഒക്കെ ഒരു നെഗറ്റീവ് എനർജിയിൽ പെട്ട് സ്റ്റക്കായി നിൽക്കുന്നു, ഇല്ല ഇപ്പോൾ ഇവർ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ ഒരു ടോക്സിക് സിറ്റുവേഷൻ ആയിരിക്കാം, ആ ഒരു സിറ്റുവേഷനിൽ ഇവർ സ്റ്റക്കായി നിൽക്കുന്നു. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഇവർ സ്റ്റക്കായി നിൽക്കുന്ന ഒരു ട്രാപ്പായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. കൂടുതലും നെഗറ്റീവ് കാർഡ്സ് ആണ് നമുക്ക് പിന്നീട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇവരുടെ എനർജീസിലെല്ലാം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോർട്സിന്റെ എനർജി ആയിക്കോട്ടെ, ഇവിടെ 8 ഓഫ് സോർട്സിന്റെ എനർജി വന്നിട്ടുണ്ട്, 4 ഓഫ് സോർട്സിന്റെ എനർജി, മൂൺ കാർഡ് സ്റ്റക്നെസ് ആണ് നമുക്ക് കാണിച്ചിരുന്നത്. പിന്നീട് അങ്ങോട്ട് വരുന്ന കാർഡുകളൊക്കെ തന്നെ നമുക്ക് ഒരു ബ്ലോക്കേജ് ആണ് നമുക്ക് കാണാൻ, നെഗറ്റീവ് കാർഡുകളാണ്, ആകെ മൊത്തം ഒരു പെട്ടിരിക്കുന്ന ഒരവസ്ഥ. അപ്പൊ പിന്നെ നോക്കുകയാണെങ്കിൽ ഇവർക്ക് പലതരത്തിലുള്ള പേടികളുണ്ട്, ഭയങ്ങളുണ്ട്, നഷ്ടബോധമുണ്ട്. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ കളഞ്ഞു പോയി എന്നതിൽ ഇവർക്ക് വളരെയധികം നഷ്ടബോധം ഉണ്ടെന്ന് കാണാൻ സാധിക്കുന്നു. പിന്നെ നമുക്കിവിടെ വരുന്നത് 5 ഓഫ് പെന്റക്കിൾസിന്റെ ഒരു കാർഡ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വളരെയധികം വിഷമത്തോടെ തിരിഞ്ഞു നടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാൻ കഴിയും എന്ന് അവർക്ക് ഒരു ഉറപ്പുമില്ല. ഈ ഒരു പ്രശ്നങ്ങളൊക്കെ മാറ്റി ഇനി വീണ്ടും ഇത് തിരിച്ച് നല്ലൊരു രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയുമെന്ന് ഇവർക്ക് യാതൊരു വിധത്തിലുള്ള ഒരു ഉറപ്പുമില്ലാതെ അവർ തിരിഞ്ഞു നടന്നു പോകുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പൊ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ കുറെ പേർക്കെങ്കിലും നിങ്ങളിലേക്ക് പലപ്പോഴും തിരിച്ചു വരുന്നുണ്ടാകാം. എന്നാൽ ആ വന്നതിന് ശേഷം അവർ നിങ്ങളിൽ ഉറച്ചു നിൽക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. അവർ റിട്ടേൺ പോകുന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. സ്നേഹത്തോടെ വരുന്നു, പക്ഷെ അങ്ങനെ ഒരു ലോങ് കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി തന്ന് നിൽക്കാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. കാരണം മാനസികമായിട്ട് ഈ പേഴ്സൺ നിങ്ങളുടെ റിലേഷൻ വിട്ട് കളയാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ്. പക്ഷെ ചില കാരണങ്ങൾ അവരെ ബ്ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കുന്നു. ഞാനിപ്പോൾ ഇവിടെ മുന്നേ പറഞ്ഞിട്ടുള്ള പല കാരണങ്ങളുണ്ട്. അതായത് അവരുടെ ഒരു നഷ്ടബോധം, അല്ലെങ്കിൽ അവരുടെ ഒരു ബ്ലാക്ക് മാജിക് എഫേർട്ട് ആകാം, നെഗറ്റീവ് എനർജീസ് ആകാം, മെന്റൽ ബ്ലോക്കേജ്, ടോക്സിക് സിറ്റുവേഷൻ, ഇതൊക്കെ ആയിരിക്കാം ഇവരെ ചില വ്യക്തികൾ തടഞ്ഞു നിർത്തുന്നതാകാം. എന്ത് കാരണങ്ങളാണെങ്കിലും ഇതെല്ലാമാണ് ഇവരെ ഈ നിങ്ങളിലേക്ക് വരാതിരിക്കാനായിട്ട് തടഞ്ഞു നിർത്തുന്ന കാരണങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷെ ഇവര് പിന്നെ നിങ്ങളിലേക്ക് എന്തിനാണ് ഇവര് ചില സമയങ്ങളിൽ സ്നേഹത്തോടെ നിങ്ങളിലേക്ക് വരുന്നുണ്ടാകാം. അത് എന്തുകൊണ്ടാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങൾ തമ്മിലുണ്ട്. അതാണ് വീണ്ടും ഒരു അവർ നിങ്ങളിലേക്ക് വരാനുള്ള ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്നത്. അറ്റ് ദ സെയിം ടൈം ഇവിടെ ഒരു നെഗറ്റീവ് എനർജീസ്, ഈ ഒരു പ്രശ്നങ്ങളെല്ലാം ഇവരെ വീണ്ടും പുറകോട്ട് വലിച്ചുകൊണ്ട് പോകുന്നത്. ഇവർ മുന്നോട്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് ശ്രമിക്കുന്ന ഈ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് ഇവരെ കൂടുതലായിട്ടും അട്രാക്ട് ചെയ്ത് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സമയത്ത് പോലും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, ഈ ഒരു സമയത്ത് പോലും നിങ്ങളുടെ പേഴ്സണ് ഒരു ഹോണസ്റ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് നിൽക്കാനായിട്ട് കഴിയുന്നില്ല. പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട് ഇവര്, അല്ലെങ്കിൽ പല കാര്യങ്ങളും കള്ളങ്ങൾ പറയുന്നുണ്ട് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ ഒരു ദേഷ്യമൊന്നും ഉള്ള ഒരു വ്യക്തിയല്ല, നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ടിരുന്ന, നല്ല രീതിയിൽ ഇടപെടുകയും ഒക്കെയുള്ള ബിഹേവിയറും ക്യാരക്ടറും ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നിരിക്കും. പക്ഷെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം നിങ്ങൾ എന്തെങ്കിലും ഒരു ക്ലാരിറ്റിയോ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമോ പെട്ടെന്ന് ദേഷ്യപ്പെടുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. അപ്പൊ നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ടുണ്ടാകാം, നേരത്തെ ഈ ഒരു പേഴ്സൺ ഇങ്ങനെയൊന്നും ആയിരുന്നല്ലോ, പക്ഷെ ഇതെന്താണ് ഇവർക്ക് വന്നത്, ഇവർക്ക് എന്ത് പറ്റി എന്നൊക്കെ നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് അതിനൊരു ഉത്തരവൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഇതൊക്കെ തന്നെയാണ് അതിനൊരു കാരണമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ശരിക്കും അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതും ഇപ്പോൾ അവർ ഫേസ് ചെയ്യുന്നതും അവരുടെ തലയ്ക്ക് ശരിക്കും ആകെ മൊത്തം ചൂട് പിടിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ ഉള്ള ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക്
ഇവരായിട്ട് തന്നെ ചെന്ന് ചാടി കൊടുത്തതാകാം എന്നാണ് നമുക്ക് കൂടുതൽ എനർജീസ് കാണിച്ചു തരുന്നത്. നമ്മൾ തന്നെ നമ്മളുടെ കുഴി കുഴിക്കുന്ന പോലത്തെ അവസ്ഥ ഇവർ തന്നെ ഉണ്ടാക്കി. എന്നിട്ട് ഈ ഒരു പെട്ട അവസ്ഥയിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള താക്കോല് അവരുടെ കയ്യിൽ തന്നെ ഉണ്ട്. എന്നാൽ അത് തിരിച്ചറിയാനായിട്ട് അവർക്ക് സാധിക്കുന്നുമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അവർ തന്നെ ഇതിനകത്ത് ചെന്ന് പെട്ടു. ഏതൊക്കെയോ ഒരു ഒറ്റപ്പെടലും ഒക്കെ വന്ന സമയങ്ങളിൽ അവർ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിയിലേക്ക് ചെന്നു, തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയി. പക്ഷെ അതിൽ നിന്ന് തിരിച്ച് കടന്നു വരാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. അവിടെ ഒരു താക്കോലുണ്ട് അതിൽ നിന്ന് പുറത്തു കിടക്കാനായിട്ട്. അത് മറ്റാർക്കും ഇതിന് സാധിക്കില്ല, അവർക്ക് തന്നെ അതിന് സാധിക്കുകയുള്ളൂ. പക്ഷെ അത് തിരിച്ചറിയാനായിട്ട് അവർക്ക് കഴിയുന്നുമില്ല. മൊത്തം അവരൊരു പുകമറയ്ക്കുള്ളിൽ പെട്ട ഒരവസ്ഥയാണുള്ളത്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ആ ഒരു കാര്യങ്ങൾ ഇവരെ തടഞ്ഞു നിർത്തുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവർക്ക് പുറത്തേക്ക് പോരാൻ പറ്റാത്തതിന് കാരണം ഇവർക്ക് ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി ഏതെങ്കിലും തരത്തിൽ ബ്ലാക്ക് മെയിലിംഗ് ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഫാമിലീസ് ആണെങ്കിൽ ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ഒക്കെ ആകാം. അപ്പൊ അങ്ങനെ തേർഡ് പാർട്ടിയിൽ തന്നെ നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങളിൽ പെട്ട് ട്രാപ്പിൽ പെട്ട് മുങ്ങിത്താഴുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ അപ്പോഴും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ഇവര് ഈ ഒരു തേർഡ് പാർട്ടിയുടെ ട്രാപ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് വീണ്ടും റിട്ടേൺ പോവുകയാണ് അങ്ങോട്ടേക്ക് തന്നെ. അത് ഈ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനും നിങ്ങളോടുള്ള അമിതമായ സ്നേഹം കൊണ്ടാണ് അവര് ഇങ്ങോട്ടേക്ക് വരുന്നത്. പിന്നെ തിരിച്ചു വീണ്ടും അവര് റിട്ടേൺ തേർഡ് പാർട്ടിയുടെ അടുത്തേക്ക് തന്നെ പോവുകയാണ്. ഈ ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങോ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം അത്. അപ്പൊ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സന്റെ ഒരു സമയദോഷം, നെഗറ്റീവ് എനർജിയുടെ ഇമ്പാക്ട്, അല്ലെങ്കിൽ ഒരു ലൈഫിൽ ഇനി ഒരു ട്രാൻസ്ഫോർമേഷൻ ഒക്കെ മാറ്റങ്ങൾ ആവശ്യമായി വരുന്ന ഒരു പീരീഡ് ആയിരിക്കാം. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ഇതിങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, ചിലപ്പോൾ ഈ ഒരു സമയത്ത് സ്ട്രഗിൾസ് അനുഭവിക്കേണ്ട ഒരു സമയമായിരിക്കാം. അവരുടെ ലൈഫിലെ എനർജീസ് ഒരു സ്ട്രഗിൾസിന്റെ ഒരു സമയമായിരിക്കാം. അപ്പൊ അവർക്ക് ഒരു കഷ്ടകാലം തന്നെയാണ് ഈ ഒരു സമയം എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഏതൊരു പേഴ്സൺ ആണെങ്കിലും ഒരു കഷ്ടകാലം വന്നു കഴിയുമ്പോൾ ആ ഒരു പേഴ്സൺ മാത്രമല്ല ഈ ഒരു കഷ്ടകാലത്തിന്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന, അല്ലെങ്കിൽ അതിന്റെ ഒരു ഫലം അനുഭവിക്കുന്നത് ആ ഒരു പേഴ്സൺ മാത്രമല്ല, അവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നവരും അവരുമായിട്ട് റിലേഷനിൽ പോകുന്നവരും അവരുമായിട്ട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന എല്ലാവർക്കും അതിന്റെ കുറച്ച് എഫക്റ്റുകൾ ഉണ്ടാകും. അതൊക്കെ തന്നെയാണ് ഇപ്പോൾ നിങ്ങളും ഈ ഒരു അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പം ഏറ്റവും കൂടുതൽ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ അവർക്കൊരു ഇന്നർ വോയിസ് അവരുടെ ഉള്ളിൽ നിന്നുണ്ട്, നിങ്ങളിലേക്ക് വരണമെന്ന്, എത്തിച്ചേരണം, ആ ഒരു റിലേഷൻ ആണ് നല്ലത്, അല്ലെങ്കിൽ അതിലേക്ക് പോകണം, എനിക്ക് അവരെ ഒത്തിരി ഇഷ്ടമാണ്, അവരുടെ മെമ്മറീസ് മറക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു ഇന്നർ വോയിസ് അവർക്കുള്ളിലുണ്ട്. പക്ഷെ മറ്റു പല കാര്യങ്ങൾ കൊണ്ട് അവരിങ്ങനെ സ്റ്റക്ക്, നമ്മളിവിടെ മുന്നമേ പറഞ്ഞ പല കാര്യങ്ങൾ കൊണ്ട് അവർ ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ സ്റ്റക്കായി നിൽക്കുന്നു എന്നാണ് നമുക്ക് എടുത്തു കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നിങ്ങളുടെ ഒരു എനർജി നോക്കുമ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു, നിങ്ങൾ വളരെയധികം പോസിറ്റീവ് ഒരു എനർജിയിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ കണ്ടു കഴിഞ്ഞതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണും ഈ ഒരു നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതേസമയം നിങ്ങളുടെ പേഴ്സണും നിങ്ങളിലേക്ക് അടുക്കുകയാണ്, ആ ഒരു പോസിറ്റീവിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അവരുടെ ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ, ക്യാരക്ടർ, മാനസികമായ മൈൻഡ് സെറ്റ് എല്ലാം ഒരു പോസിറ്റീവിലേക്ക് വരുന്നതോടൊപ്പം തന്നെ നിങ്ങളിലേക്കും അവർ അടുക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും നിങ്ങളുടെ വ്യക്തി ഒരുപാട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, ഓർക്കുന്നുണ്ട്, നിങ്ങളുടെ ഓർമ്മകൾ അവർ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. ഡീപ്പ് തിങ്കിങ് ആണ് കാണുന്നത്, നിങ്ങളെക്കുറിച്ച് വളരെയധികം ഡീപ്പായിട്ട് അവർ ആലോചിക്കുന്നു എന്നാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളെ വിട്ടുകളയാനായിട്ട് അവരുടെ മനസ്സ് അനുവദിക്കുന്നില്ല എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഇവര് ഒരു നെഗറ്റീവിൽ മുങ്ങി നിന്നാലും പുറത്തേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ഈ ഒരു പേഴ്സണിന് ഒരു ആക്ഷൻ എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഇവിടെ യൂണിവേഴ്സ് ആയിട്ട് ഒരു ആക്ഷൻ എടുക്കും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് സംഭവിക്കും എന്നുള്ളതാണ് അത്. യൂണിവേഴ്സ് ആയിട്ട് ഒരു ആക്ഷൻ എടുക്കും. ഈ 2 ഓഫ് കപ്സിന്റെ എനർജി വഴി മനസ്സിലാകുന്ന അതാണ്. ഒരു ഹീലിംഗ് ആൻഡ് ഒരു റിന്യൂവൽ തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു ഹീലിംഗും ഒരു റിന്യൂവലും ഈ ഒരു 2 ഓഫ് കപ്സിന്റെ എനർജി നമുക്ക് നൽകുന്നുണ്ട്. ഇനി ഈ ഒരു പേഴ്സണായിട്ട് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് ആയിട്ട് ഇവിടെ ഒരു ആക്ഷൻ എടുക്കും എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു 2 ഓഫ് കപ്സിന്റെ എനർജിയിൽ നിന്ന് പറയാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ റീഡിംഗിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്ലൂ നമുക്ക് വന്നിരിക്കുന്നത് ഫെബ്രുവരി മന്ത് ആണ്. സെക്കൻഡ് ക്ലൂ ആലപ്പുഴ ജില്ല, 47, റോസ് കളർ, നമ്പർ 42, 1985,
supportive, August month, next month, 2003, number 30, 1980 എന്ന് പറയുന്ന ഒരു വർഷമാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. നമ്പർ 51, ലെറ്റർ സി, 2004, number 38, number 29, 1984 എന്ന് പറയുന്ന വർഷം വരുന്നുണ്ട്. ലെറ്റർ ടി, യോഗ, കെയറിംഗ്, ദിസ് മന്ത് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. നമ്പർ 22, ലെറ്റർ എസ്, എറണാകുളം ജില്ല, 48 അവേഴ്സിനുള്ളിൽ ഒരു പോസിബിലിറ്റിയാണ് നമുക്ക് വീണ്ടും കിട്ടുന്നത്. ഏപ്രിൽ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 53 നമുക്ക് കിട്ടുന്നുണ്ട്. 1984 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ നമ്പർ 39 കിട്ടുന്നു. ഹിയറിംഗ് ഇഷ്യൂസ്, ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൽ ഹിയറിംഗ് ഇഷ്യൂസ് ഒക്കെ ഉള്ളൊരു സമയമായിരിക്കാം. കുക്കിംഗ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ചാരിറ്റി ഒക്കെ ചെയ്യാനായിട്ട് ഒത്തിരി ഇഷ്ടപ്പെടുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. സിംഗിങ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നു. ലെറ്റർ ഒ, നമ്പർ 6, സെൻസിറ്റീവ്, നിങ്ങളുടെ പേഴ്സൺ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആകാനുള്ള ചാൻസ് ഉണ്ട്. നമ്പർ 23 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മാർച്ച് മന്ത് നമുക്ക് കിട്ടുന്നു. ചൈൽഡിഷ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ ജി, നമ്പർ 28, നമ്പർ 56, 1999, 1994, അക്കൗണ്ടന്റ്, ക്രിക്കറ്റ്. ബ്ലൂ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. ഓക്കെ, 1995 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. 1986, നമ്പർ 33, പെറ്റ് ലവേഴ്സ്, 1998, നമ്പർ 54, നമ്പർ 52, റീഡിംഗ് ഒക്കെ ഹോബി ആയിട്ടുള്ള വ്യക്തികൾ, റീഡിംഗ് ഒക്കെ ഒത്തിരി താല്പര്യമുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. നമ്പർ 26, നമ്പർ 45, നമ്പർ 55, ഒക്ടോബർ മന്ത്, നമ്പർ 40, ഈഗോ. ലെറ്റർ ഇസഡ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ ഈസ് 2001. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.